ഒരു ട്രീ ഡോക്ടർ, വൃക്ഷവൈദ്യൻ, അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രീ കെ ബിനു തൻ്റെ ഈ ഒരു യാത്രയെക്കുറിച്ച്, വൃക്ഷങ്ങളെ പരിപാലിച്ചും അതിന് പറ്റുന്ന ക്ഷതങ്ങളും മുറിവുകളും ചികിത്സിച്ച് ഭേദമാക്കി ഒരു പുതുജീവൻ നൽകിയും കഴിയുന്ന ഈ ബിനു തൻ്റെ യാത്രയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ്. This is Only Green, and Only Green is all about making our world a greener place. ബിനുമാഷ്, ഇത് കൂടാതെ ഇപ്പം നമ്മൾ വൃക്ഷവൈദ്യം എന്ന് പറയുന്നത് കൂടാതെ ബിനുമാഷിൻ്റെ ആക്ച്വൽ പ്രൊഫഷൻ, ഇതിലേക്ക് വരാനുണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ട് മോട്ടിവേഷൻ എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം. പിന്നെ എൻ്റെ പേര് കെ ബിനു എന്നാണ്. ഞാൻ വാഴൂർ സ്വദേശിയാണ്, കോട്ടയം ജില്ല. സ്കൂൾ അധ്യാപകനാണ്. ഞാൻ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പരിസ്ഥിതി രംഗത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങൾ നേരിൽ കാണുന്നതിന് വേണ്ടി ആദ്യമായി ഒരു ലേഖനം എഴുതുന്നതിന് വേണ്ടിയിട്ടും കാസർഗോഡ് പോയി. ആ കാസർഗോഡ് യാത്രയാണ് ശരിക്കും എന്നെ ഈ പരിസ്ഥിതിയുമായി വളരെയധികം അടുപ്പിച്ചത്. ഓക്കെ. അതിനുശേഷം ഇങ്ങനെ പരിസ്ഥിതി രംഗത്ത് അതുവരെ ഇതുമായിട്ട് അതുവരെ ഇല്ല. അതുവരെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ ചെടി നടുന്നതിനോട് വലിയ താല്പര്യമില്ല. നട്ട ചെടികളെ പരമാവധി അതിന് ജീവൻ നിലനിർത്താനുള്ള പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ആ രംഗത്ത് അങ്ങനെ പോയാൽ ആണ് ഞാൻ യാദൃശ്ചികമായി എറണാകുളത്ത് ആലുവയിൽ ഡോക്ടർ എസ് സീതാരാമൻ, അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ 9 മരണപ്പെട്ടു. ഓക്കെ. ശരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി, ആലുവ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മഴമരം, റെയിൻ ട്രീ എന്ന് പറയും. ഓക്കെ. മഴമരം ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പാണ് കത്തിക്കുന്നത്. അപ്പോൾ ഈ കത്തിക്കുന്ന കൊണ്ട് മരം ഇങ്ങനെ കത്തുകയാണ്, ഒരു സൈഡ് മുഴുവൻ കത്തുക. ഞാൻ സാറിനോട്, സാറ് ഇതുകൊണ്ട് മരം കത്തുന്നത് നമുക്ക് ഈ കടക്കാരോടൊന്ന് പറഞ്ഞാലോ. അപ്പോൾ ഞങ്ങൾ കടക്കാരോട് പോയി ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തീയെല്ലാം കെടുത്താൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ സാറോട് തീ കെടുത്തി പറഞ്ഞ് നമുക്കിനി എന്നാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എടാ അതിനൊക്കെ മരുന്നുണ്ട്, ഓക്കെ, നീ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. ഓക്കെ. അദ്ദേഹത്തിന് 79 വയസ്സുണ്ടായിരുന്നു, മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിട്ട് ചില മരുന്നുകൾ കൂട്ടി ഇതെല്ലാം കുഴയ്ക്കാൻ പറഞ്ഞു. ചാണകവും പച്ച ചാണകമൊക്കെ ആയിട്ട് കുഴച്ച് ഞങ്ങളൊരു ഡിഷിനകത്തെടുത്ത് അതുമായിട്ട് നേരെ ഈ മഴമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് മരം കഴുകി അവിടെ ഈ മരുന്ന് തേച്ച് തുണി കൊണ്ട് കെട്ടി നിർത്തി. ഓക്കെ. അപ്പോൾ സാറേ എനിക്കിതൊന്നും പഠിച്ചാൽ കൊള്ളാം. ഓക്കെ. സാറാണ്, ഈ സീതാരാമൻ സാറാണ് ഇതിലേക്ക് വരാനുണ്ടായ അദ്ദേഹമാണ് ഗുരു. അത് സാറേ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം. എനിക്ക് അങ്ങനെയൊന്നും പഠിപ്പിക്കല്ലേ. ഞാനിത് പഠിച്ചെടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് ചോദിച്ച് അറിഞ്ഞ് കണ്ട് പരിചയപ്പെട്ടാണ്. ഓക്കെ. അപ്പം നീ ഇങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിന്നോട് ഇത് എന്തൊക്കെയാണ് എന്ന രീതി പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ഞാൻ ചോദിച്ചു, നീ ആരോട് ചോദിച്ചാൽ അതൊക്കെ കണ്ടെത്തണം. ഓക്കെ. നിനക്ക് ഇതിനോട് താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ നീ ഇതിൻ്റെ വഴികൾ കണ്ടെത്തണം. ഏതൊക്കെ പുസ്തകങ്ങളുണ്ട്, ആരൊക്കെയുണ്ട്, എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, മരത്തിന് എത്രമാത്രം അസുഖങ്ങളുണ്ട് എന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഈ വൃക്ഷവൈദ്യം ചെയ്യുന്നവർ കേരളത്തിൽ ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ആനവൈദ്യം എന്നൊക്കെ പറയുന്ന പോലെ, ആയുർവേദം എന്നൊക്കെ പറയുന്ന പോലെ അന്യം നിന്ന് പോയൊരു അതാണ് തീർച്ചയായിട്ടും. അപ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പ് വൃക്ഷവൈദ്യം എന്ന് പറഞ്ഞ് നാട്ടുചികിത്സ പോലെ ഈ മരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നത് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറിവ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഡോക്ടർ ഉണ്ണിത്തിരി, ഒന്നും ഒരു ബുക്കോ അതാണ് ഡോക്യുമെന്റ്സ് ഒന്നും അതിലേക്കാണ് വരുന്നത്. ഡോക്ടർ ഉണ്ണിത്തിരി, അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കൃതത്തിൽ വലിയ പഠനം ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിനൊരു തോന്നൽ, ഈ പുരാണങ്ങളിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഭാരതീയ പുരാണങ്ങളിൽ പലയിടങ്ങളിലായി മരങ്ങൾക്കുള്ള ചികിത്സയെക്കുറിച്ച് പറയുന്നുണ്ട്. കശ്യപനുണ്ട്, വൈശായനുണ്ട്, സുശ്രുതനുണ്ട്, ശാർങ്ങധരനുണ്ട്, പിന്നെ സുരപാലനുണ്ട്.
അപ്പോൾ ഇവരൊക്കെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലായിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആനവൈദ്യമാണെങ്കിൽ ആനവൈദ്യം ഇന്നിടത്തുണ്ടെന്ന് പറയാം. ഓക്കെ. ഇത് പല ഭാഗങ്ങളിലായിട്ട് കിടക്കുകയാണ്. അത് മുഴുവൻ സംസ്കൃതമാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്ത പണി ആ സംസ്കൃത ഗ്രന്ഥങ്ങൾ, താളിയോല ഗ്രന്ഥങ്ങൾ മുഴുവൻ എടുത്തിട്ട് അതിനകത്ത് റിസർച്ച് ചെയ്യുന്ന താല്പര്യമുള്ള 3-4 പേരെ കണ്ടെത്തി. സംസ്കൃതത്തിൽ പഠനം നടത്തുന്ന 3-4 പേരെ കണ്ടെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ഭാഗം മാത്രം എടുത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം. അങ്ങനെ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ ആ പുസ്തകം വെളിയിൽ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കാലത്ത് ഡോക്ടറേറ്റ് തരാം. ഓക്കെ. ഓക്കെ. അപ്പം അവരതിനൊരു പേര് കണ്ടെത്തി, വൃക്ഷായുർവേദം വിവിധ ഗ്രന്ഥങ്ങളിലൂടെ. അപ്പം അത് പഠന ഗ്രന്ഥമായി. ആയുർവേദത്തിനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും ആയുർവേദത്തിന്റെ അത്രയും തന്നെ ഭാരതീയ സംസ്കാരത്തിൽ മനുഷ്യന്റെ ആയുർവേദത്തിന് എത്രമാത്രം ആയുസ്സുണ്ടോ, ജീവനുണ്ടോ, ബലമുണ്ടോ, അത്രയും തന്നെ പഴക്കം ഈ വൃക്ഷായുർവേദത്തിനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം വെളിയിൽ വന്നു. ആ പുസ്തകം മലയാളത്തിലാണ്, ഭാഗ്യവശാൽ. അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ പേര് വൃക്ഷ ആയുർവേദം വിവിധ ഗ്രന്ഥങ്ങളിലൂടെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇപ്പോൾ ആ പുസ്തകത്തിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ശരി. 2 വാല്യം ഇറങ്ങി അത് നിന്നു. കാരണം അത് ഒരു പഠന ഗ്രന്ഥമായതുകൊണ്ടും തീസിസിൻ്റെ ഭാഗമായി അതൊരു പുസ്തകമാക്കി മാറ്റിയതുകൊണ്ടും അധികം കോപ്പികളൊന്നും ആരും അടിക്കാൻ മെനക്കെട്ടില്ല. അപ്പോൾ ഈ പുസ്തകം വായിക്കാൻ വേണ്ടി തുടങ്ങി. ഈ പുസ്തകം വായിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് ഈ പുസ്തകത്തിനകത്ത് മരങ്ങൾക്കുള്ള രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പല മഹർഷിമാരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആയുർവേദവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷെ ആ ഒരു കാലത്ത് മരങ്ങൾക്ക് രോഗം എന്നുള്ളത് ശരി, പക്ഷെ മരങ്ങൾക്ക് വരുന്ന ക്ഷതം, മനുഷ്യനായിട്ട് ഏൽപ്പിക്കുന്ന മുറിവുകൾ അന്ന് ഉണ്ടായിരുന്നു. മുറിവുകൾ മനുഷ്യനായിട്ടും പ്രകൃതിയായിട്ടും ഉണ്ടാക്കുന്നതുണ്ട്. ഇപ്പം ഒരു ആടിനെയോ പശുവിനെയോ നിരന്തരമായി ഒരു മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ മരത്തിൽ ഒരു പാട് വരും. അത് പിന്നെ അത് മുറിവായിട്ട് മാറും. 2 കമ്പുകൾ തമ്മിൽ കൂട്ടി ഉരസിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മുറിവ് പണ്ടുകൊണ്ട്. അതുപോലെ ആനത്താരകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വനത്തിലൂടെ ആനത്താരകൾ പണ്ട് കണ്ടുപിടിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആന നിരന്തരമായി യാത്ര നടത്തുന്ന വഴികളിൽ 2 സൈഡിലും നിൽക്കുന്ന മരങ്ങളിൽ ഈ ആന പുറം കൊണ്ട് ചൊറിയും. മുറിവ് സംഭവിക്കും. കാറ്റുകൊണ്ട്, ഇടികൊണ്ട്, ഇടിവെട്ടേറ്റ്, പിന്നെ റൂട്ട്, അതിൻ്റെ വേരിലുണ്ടാകുന്ന മുറിവ്, മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണിലുണ്ടാകുന്ന പ്രശ്നം കാരണം. അപ്പം അങ്ങനെ പണ്ട് പോലെ ഈ മരങ്ങൾക്ക് രോഗങ്ങളുണ്ട്. പിന്നെ അത് പറയുന്നത് പൂക്കാത്ത മരങ്ങൾ, ഒരിക്കലും കായ്ക്കാത്ത മരങ്ങൾ, ചില ആൺമരങ്ങൾ, എല്ലാം പെൺമരങ്ങളാവണമെന്നില്ല, ചില ആൺമരങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. സുഗന്ധം കൂട്ടുന്നതിനുള്ള മരുന്ന് കൂട്ട്, മരത്തിൻ്റെ സുഗന്ധം കൂട്ടുന്നതിന് വേണ്ടി, മരം പൂക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ഈ വൃക്ഷായുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതും മനുഷ്യനുമായിട്ട് ഉണ്ട്. 300 പേജുണ്ട് പുസ്തകം എൻ്റെ കൈവശമുണ്ട്. 300 പേജോളം ഉണ്ട്. അപ്പോൾ ഇതിനെ മനുഷ്യൻ്റെ ആയുർവേദമായിട്ട് ബന്ധിപ്പിച്ചു. അപ്പം ബന്ധിപ്പിച്ചപ്പോഴാണ് കൃത്യമായിട്ട് ഇതിന് റൂട്ട് കിട്ടി. ആ റൂട്ടെന്ന് പറയുന്നത് മനുഷ്യന് ആയുർവേദത്തിൽ വാദം, പിത്തം, കഫം 3 ദോഷങ്ങളുണ്ട്. ത്രിദോഷങ്ങൾ എന്ന് പറയും. ത്രിദോഷങ്ങൾ. ആ ത്രിദോഷം പോലെ തന്നെ മരങ്ങൾക്കും രോഗമുണ്ട്. 3 രോഗമുണ്ട്. വാദം, പിത്തം, കഫം. അപ്പോൾ അത് ഈ കാലാവസ്ഥ അനുസരിച്ചാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടി പഠനം എളുപ്പമായി. അപ്പം പഠനം പഠിച്ച് അങ്ങനെ വന്നപ്പം മറ്റൊരു പ്രശ്നമുണ്ടായത്, ഇത് എങ്ങനെ പ്രയോഗിക്കണം മരങ്ങൾ. അപ്പോൾ അതിനൊരു തിയറി വേണം. ഇതെങ്ങനെ പ്രയോഗിക്കും, പിന്നെ എത്രമാത്രം കൂട്ട് വേണം. 14 ഇനം മരുന്ന് കൂട്ടുകളാണ്. ഇത് കൂട്ടിയെടുക്കുമ്പോൾ ഒരു കളർ വേണം. കൂട്ടുന്നതിനൊക്കെ പ്രത്യേക രീതിയുണ്ട്. അത് കൂട്ടിയെടുക്കുമ്പോൾ പ്രത്യേക പിന്നെ കളർ വേണം. ആ കളറുണ്ടായ പ്രത്യേക സ്മെല്ലും ഉണ്ടായി കഴിയുമ്പോഴാണ് കൂട്ട് ശരിയാവുന്നത്. പിന്നെ വെള്ളം തൊടാൻ പാടില്ല.
മരുന്ന് മാത്രമേ പാടുള്ളൂ. ഈ മരുന്നിനകത്തെ വെള്ളം കൊണ്ട്, ഉദാഹരണം പാലിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം കൊണ്ടാണ് പാല്. ഓക്കെ. തേനിനകത്ത്, നെയ്ക്കകത്ത്, ഇതെല്ലാം ശുദ്ധമായ സാധനം തന്നെ വേണം. എല്ലാം ശുദ്ധമായ സാധനങ്ങൾ തന്നെ വേണം. അല്ലെങ്കിൽ ശുദ്ധമായ സാധനമല്ലെങ്കിൽ അത് ഫലപ്രദമല്ല, വിപരീത ഫലം. അങ്ങനെ വിപരീത ഫലമുണ്ടായി ഉണങ്ങിപ്പോയ മരങ്ങളുടെ ലിസ്റ്റും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ മരത്തിൽ പ്രയോഗിക്കേണ്ട മരുന്ന് കൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ള മനസ്സിലായി. ഓക്കെ. ഉദാഹരണം പറഞ്ഞാൽ എള്ള് വേണം, കദളിപ്പഴം വേണം, സാധാരണ പഴം പോലെ കദളിപ്പഴം വേണം, ചെറു നെയ്യ് വേണം, ചെറുതേൻ വേണം, കണ്ടത്തിൽ നിന്നെടുത്ത മണ്ണ് വേണം, മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് വേണം, പുറ്റിയ മണ്ണ്, ചിതൽപുറ്റിൻ്റെ മണ്ണ് വേണം. അപ്പോൾ ഇതൊക്കെ ഒരു നിശ്ചിത അളവിൽ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉരുളകളാക്കി എടുക്കാനൊക്കത്തുള്ളൂ. ഇതെല്ലാം എല്ലാ സ്ഥലത്തും പോകുമ്പം അതിൻ്റെ ലഭ്യത ചിലയിടത്ത് കുറവുണ്ട്. ഞാനിപ്പോൾ വയനാട്ടിൽ ചെറുതേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആദിമവാസി ഗ്രാമമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ചെറുതേൻ വേണം കൊണ്ടുവന്നത്. 1 ലിറ്റർ ചെറുതേന് 2800 രൂപ എനിക്ക് വയനാട്ടിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് 1 ലിറ്ററിന്. അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കദളിപ്പഴം എടുക്കുന്നതാണെങ്കിൽ കദളിപ്പഴം വിൽക്കുന്ന പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നേരത്തെ തന്നെ അഡ്വാൻസ് പറയും. അങ്ങനെ പറയുമ്പോൾ അവർ നല്ല പഴുത്ത വേണം, അങ്ങനെ അവർ കൊണ്ടുവരും. എള്ള് വേണം, പിന്നെ ധാന്യങ്ങളുടെ പൊടി വേണം, പയറൊക്കെ പൊടിച്ചത് വേണം. ഉഴുന്നെന്ന് പറയുന്നത് നമ്മളിപ്പം കാണുന്നത് ഉഴുന്ന് രണ്ടായിട്ട് പിളർന്ന് വെള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഉഴുന്ന് ശരിക്കും ഉരുണ്ടതാണ്, കറുത്തതാണ്. അപ്പോൾ ആ കറുത്ത തൊലിയോട് കൂടി ഉഴുന്നെടുത്ത് പൊട്ടിച്ച് അതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. താമര സമൂലം വേണം. താമര ഒരിടത്തും കിട്ടാറില്ല. സമൂലം എന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്ട് പൂവ കായയില്ല. ഇത് മുഴുവൻ വെള്ളം ചേർക്കാതെ നമ്മൾ കാബേജൊക്കെ എരിയുന്ന പോലെ എരിഞ്ഞ് മിക്സിക്കകത്തിട്ട് അടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. അതും ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പം താമര ഇപ്പം പലയിടത്തും കിട്ടാൻ താമര ഇപ്പം കുമരകത്ത് നമുക്ക് കിട്ടും. താമര പറിച്ചു തരുന്ന ഒരു ചേട്ടനുണ്ട്. അവൻ ചേട്ടന് ഇത് സാധാരണ ഒരു സ്ഥലത്ത് തന്നെ പോകുമ്പം അവിടെ ഉള്ളവരുടെ അടുത്ത് ഇത് അറേഞ്ച് ചെയ്യാൻ പറയുകയാണോ അതോ മാഷ് ഇതെല്ലാം കരുതി പോവുകയാണോ? ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും ഇത് കരുതി പോകാറില്ല. കാരണം കരുതി പോയി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം. ഇപ്പോൾ 2800 രൂപ 1 ലിറ്റർ തേന്. ഈ തേന് മേടിച്ചുകൊണ്ടിരുമ്പോൾ തേന് ഇത്ര വിലയുണ്ട്. ഉടമസ്ഥന് സ്വയമായിട്ട് സംശയം തോന്നും. എള്ള് കിലോയ്ക്ക് 260 രൂപ എള്ളിനുണ്ടോ? 100 രൂപയ്ക്ക് എള്ള് കിലോയ്ക്ക് കിട്ടുമല്ലോ. അപ്പോൾ ശുദ്ധമായ എള്ളും അല്ലാത്ത എള്ളും ഉണ്ട്, രണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി ലിസ്റ്റ് കൊടുത്തിട്ട് അവരോട് ഇത് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കളക്ട് ചെയ്ത് വെച്ചതിന് എവിടെ കിട്ടും എന്നുള്ള ഒരു ഇതും കൊടുക്കും. ഇല്ല, എല്ലായിടത്തും ഇത് കിട്ടും, അന്വേഷിച്ച് കിട്ടും. അപ്പം കിട്ടാതെ വരുന്ന 2 വസ്തുക്കളെ, ഒന്നും ചെറുതേനും ഒന്ന് ഈ പറഞ്ഞ പിന്നെ താമരയും മാത്രം കിട്ടാതെ വരുന്നുള്ളൂ. ബാക്കി അവരെല്ലായിടത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ് ഇല്ലാത്തതിൻ്റെ ലിസ്റ്റ് പറയാൻ പറയും. അങ്ങനെ ഇല്ലാത്തതിൻ്റെ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇപ്പോൾ ചിതൽപുറ്റ് കിട്ടാനില്ല, എളുപ്പമല്ല. അപ്പം നമ്മളിവിടെ ചിതൽപുറ്റുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് തെള്ളി അരിച്ച് പാക്കറ്റാക്കി വേണ്ടത്ര രീതിയിലാക്കി എടുത്ത് ഞങ്ങളുടെ വാഹനത്തിൽ വെച്ച് അതുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു നീണ്ട ഒരു പ്രോസസ്സ് ആണ് അത്. ഈ വൃക്ഷായുർവേദത്തിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നം, ഞാൻ നേരിട്ട ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്ര ചട്ടി പച്ചച്ചാണകം വേണം എന്ന് പറയുന്നില്ല, ഇത്ര എണ്ണം താമര സമൂലം വേണം എന്ന് പറയുന്നില്ല, ഇത്ര ലിറ്റർ പഴം വേണം, ഇത്ര ലിറ്റർ തേൻ വേണമെന്ന് പറയുന്നില്ല, ഇത്ര ലിറ്റർ പാല് വേണമെന്ന് പറയുന്നില്ല, ഇത്ര ലിറ്റർ നെയ്യ് വേണമെന്ന് പറയുന്നില്ല. ചേരുവകളുടെ കണക്കാണ്, ചേരുവകളുടെ കണക്കില്ലാതെയാണ് ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് ചരകൻ എഴുതിയപ്പോഴും, ശുശ്രൂതൻ എഴുതിയപ്പോഴും, കശ്യപൻ എഴുതിയപ്പോഴും, ശാർങ്ങധരൻ എഴുതിയപ്പോഴും ഇന്ന മരുന്നുകൾ ചേർക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇത്ര അളവ് വീതം ഇന്ന അളവിൽ ചേർക്കണം. അവസാനത്തെ ഒരു പരുവത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഇത് കൂട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ അത് എത്തും. കൂട്ടിക്കഴിയുമ്പോൾ കുഴമ്പ് രൂപം എന്ന് പറയുന്നു, കുഴമ്പ് രൂപം എന്ന് പറയുന്നു. വെള്ളം തുടരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടിയെടുക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം നേരിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിന് എത്രമാത്രം മുറിവുണ്ട്, ആ മുറിവ് നോക്കിയിട്ട് വേണം ഈ അളവ് പറയാൻ.
അളവിൽ ഒന്ന് കൂടിയാൽ പ്രശ്നമാണ്. ഓക്കെ. ഇപ്പൊ 5 ലിറ്റർ പാല് വേണ്ടടുത്ത് 10 ലിറ്റർ പാലാണെങ്കിൽ ഇതിങ്ങനെ ഒലിച്ചു വരും. ഓക്കെ. തേന് 1 ലിറ്റർ വേണ്ടടുത്ത് അത്ര ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കദളിപ്പഴം വേണ്ടടുത്ത് വേറെ ഏതെങ്കിലും പഴം അവർ മേടിച്ച് വെച്ചാലും പ്രശ്നമാണ്. ഓക്കെ. നാടൻ പശുവിന്റെ പാലെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ശരി. അവിടെ പോയി മിൽമയുടെ പാല് മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ മിൽമയുടെ പാല് മേടിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. ഡൻഹിൽ മറ്റേ നിത്യചൈതന്യയുടെ ആശ്രമത്തിന് തൊട്ടടുത്തായിട്ട്. ഞങ്ങൾ അവിടെ കോത്തഗിരി പോയി. കോത്തഗിരി പോയപ്പോൾ എല്ലാ സാധനങ്ങളും ഓക്കെ എന്ന് പറഞ്ഞു. അവരേതാണ്ട് 10,000 രൂപ സാധനം മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടുന്ന പാക്കറ്റ് പാല്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച തേന് എല്ലാം രണ്ടാമത് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളുടെ യാത്രക്കൂലിയെല്ലാം ചെയ്തു. ഞങ്ങൾക്ക് ഇത് ചെയ്യാതെ വരാനൊക്കത്തില്ല. അവർക്ക് പണക്കാവും. മാത്രമല്ല ഞങ്ങൾ 5 പേര് അവിടെ പോകാന്ന് പറഞ്ഞപ്പോഴും 10,000 രൂപയോളം ചിലവായി. അപ്പം ഞങ്ങൾക്കിത് ചെയ്യാതെ തിരിച്ചു പോരാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രതിസന്ധിയായിട്ട് ഞങ്ങൾ ഈ ഉള്ളത് വെച്ച് ചെയ്യേണ്ടി വരും. ആ മരം മരിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചില വേദന അടങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലല്ലാതെ ഇപ്പൊ തമിഴ്നാടിന്റെ കാര്യം പോയി മുംബൈയിൽ പോയിരുന്നു. നാഗപൂര് പിന്നെ തെക്കടി ഗണേശ ടെമ്പിൾ. ഒരുപക്ഷെ തെക്കടി ഗണേശ ടെമ്പിൾ ഫേമസ് ആയതിന്റെ പിന്നിൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന മഹാനായ പ്രതിഭയുണ്ട്. അദ്ദേഹം എവിടെ പോയി മാച്ച് കളിക്കാൻ പോകുന്നതിന് മുമ്പ്, വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഈ തെക്കടി ഗണേശ ടെമ്പിളിൽ വന്ന് ഗണേശ ഭഗവാൻ അർച്ചന നടത്തി ആ പ്രസാദം തൊട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെയാണ് ആ ഫേമസ് ആയത്. ആ അമ്പലത്തിൽ ഒരേ സമയത്ത് 4 ആലുകൾക്ക് കേടുവന്നു. അപ്പോൾ ഞങ്ങളെ ഇതുപോലെ കണ്ട് വിളിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിനാണ് പോകുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് പോകുന്നത്. കോവിഡിന് തൊട്ട് മുമ്പ് മാർച്ച് മാസം 16-ാം തീയതി ഞങ്ങൾ പോകുന്നു. ഇവിടുന്ന് ട്രെയിൻ കയറുന്നു. അവിടെ കദളിപ്പഴം കെട്ടാനില്ല. 25 കിലോ കദളിപ്പഴം പാക്ക് ചെയ്ത് അതുമായിട്ട് ഞങ്ങൾ ട്രെയിൻ കയറുന്നത്. അവിടെ താമര കെട്ടാനില്ല. ഒരു ചാക്ക് താമരയായിട്ട് ഞങ്ങൾ ട്രെയിനിൽ യാത്രയാണ്. അവിടെ ചെന്ന് ഇറങ്ങി 4 ദിവസം അവിടെ താമസിച്ച് ഞങ്ങൾ 2 പേരെ പോയി. ഞങ്ങൾ 5 പേരടക്കുന്നതാണ് ഒരു ടീം. ഞങ്ങൾ 2 പേര് പോയി. അവിടെ ഒരു 7 പണിക്കാരെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ അറിയാവുന്ന ഹിന്ദിയിൽ പറഞ്ഞു. അവരത് അനുസരിച്ച് കൂട്ടെല്ലാം തയ്യാറായി. അവിടെ ചെന്നപ്പം 2 ആൽമരങ്ങൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയിരുന്നു. എന്നിട്ട് ഞങ്ങളെ വിളിച്ചത്. പൂർണ്ണമായിട്ട് തടി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്ത് ഒരു കാര്യമില്ല. ഇത് നടക്കില്ല. ഒരു 95% ഉണങ്ങിയതായാലും നമുക്ക് പറ്റും. അല്പമെങ്കിലും ജീവൻ ബാക്കി പച്ചപ്പ് കാരണം ഇതില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം സാർ ചെയ്യാതിരിക്കും. കാരണം ഇത് ട്രസ്റ്റ് അംഗീകരിച്ച് വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. ജീവിക്കുകയില്ലാതിരിക്കും. അത് വേറെ 10 രൂപ എല്ലാം കൂടി വലിയ സ്വീകരണമൊക്കെ തന്നു. പൂർണ്ണ മുമ്പൊക്കെ തന്നാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ താമസമെല്ലാം ഒരുക്കി. ഞങ്ങൾ ആദ്യത്തെ ദിവസം മരമെല്ലാം കഴുകി വൃത്തിയാക്കി. 2ാമത്തെ ദിവസം രാവിലെ 4 മണിക്ക് മരുന്ന് കൂട്ട ആരംഭിച്ചു. അതെല്ലാം വീഡിയോ എല്ലാം അവർ പാർത്തിയിട്ടുണ്ട്. ഞങ്ങളത് ചെയ്ത് ഇപ്പം 4 മരത്തിൽ 2 മരം നല്ല ഭംഗിയായി വളരുന്നുണ്ട് എന്നുള്ളതാണ് ശുഭകരമായ ഒരു വാർത്ത വരുന്നു. ഇതെങ്ങനെയാണ് അറിഞ്ഞ് വിളിക്കുന്നത്? ഇത് ആളുകൾ ഇത് അറിയുന്നത് വലിയൊരു പബ്ലിസിറ്റി ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല. ഞാനങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിനോട് താല്പര്യം എനിക്ക് ഇതിനകത്തൊന്നും പൈസ ഉണ്ടാക്കില്ല. ഞാൻ സ്കൂൾ അധ്യാപകനാണ്. എനിക്ക് പൈസ ഉണ്ട്, മതി. എൻ്റെ കൂട്ടുകാർ എല്ലാവരും തന്നെ ഓരോ സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നോട് താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന മരം ജീവിച്ചിരിക്കണമെന്ന് താല്പര്യമാണ്. അതിനകത്ത് നമ്മളൊരു വിട്ടുവീഴ്ച തയ്യാറില്ല. എത്ര വലിയ ആളായാലും ഞങ്ങൾ പറയുന്ന സാധനം കൃത്യമായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് പിണക്കമുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണണം. തലേദിവസം അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കഴിച്ചു സാധനങ്ങൾ സ്വീകരിച്ച് വെച്ചിരുന്നുണ്ട്. മരത്തിൻ്റെ ഒരിടത്ത് ചെയ്ത് അവിടുന്ന് പറഞ്ഞറിഞ്ഞ് അങ്ങനെ വരുന്നതാണിത്. അങ്ങനെ അറിഞ്ഞു. മാത്രമല്ല ഈ ഇപ്പം പത്രമെല്ലാം എൻ്റെ പുറകെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഹിന്ദു അടക്കം
ഓക്കെ. പത്രങ്ങളെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇന്ത്യയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും മാഷ് മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. അത് ശരി. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലത്തിൽ നിന്ന് എനിക്കൊരു വിളി വന്നിട്ടുണ്ട്. ഓക്കെ. അവിടെ ഒരു പിന്നെ ആൽമരമുണ്ട്, അത് ഉണങ്ങുന്നു, എന്നെ ചികിത്സിക്കണം എന്ന് പറഞ്ഞു തന്നു. മാധ്യമ ലോകം നമ്മുടെ കൂടെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു കളിപ്പിയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പം മാഷ് മാത്രമാണ് ഇപ്പൊ ഇത് നല്ലപോലെ മനസ്സിലാക്കി ചെയ്യുന്നത്. അതെ. ഇത് എല്ലായിടത്തും ഓടിപ്പറ്റാൻ ഒരു പക്ഷേ മാഷിന് പറ്റിയില്ല എന്ന് വരാം. അപ്പൊ അതിനുള്ളൊരു പരിഹാരം, അതിനുള്ള പരിഹാരം നിലവിലില്ല. നിലവിലെന്ന് പറഞ്ഞാൽ ഈ പച്ചച്ചാണകം കുഴയ്ക്കാനും മണ്ണ് കുഴയ്ക്കാനും ഈ നെയ്യോടെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ 2 ദിവസം 3 ദിവസത്തെ ഭക്ഷണം കഴിക്കത്തില്ലാത്തൊരവസ്ഥയുണ്ട്. ഈ മരുന്ന് കൂട്ടിയിട്ട് പുതുതലമുറ ഈ ഇതിനകത്തിട്ട് കുഴയ്ക്കാനും വരില്ല, തേച്ച് കഴുകാനും അതിന്റെ ആവശ്യം. സാറിനോട് നിൽക്കുന്ന 5 പേരുടെ ടീം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളവരാണ്. അവരൊക്കെയാണ്. പക്ഷെ അവർക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമോ? ഇപ്പൊ സാറിനോട് അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് സ്വന്തമായി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു ചെറിയൊരു വിറയലുണ്ട്. കാരണം ഇത്ര ഏകദേശം ഒരു 12,000 രൂപയോളം മരുന്നിന് തന്നെയാവും. അത്രയും സാധനം മേടിച്ച് വെച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ ഇതിനെ ഞാൻ ജീവിച്ചോളാം എന്നുള്ള വീട്ടുകാരനായിട്ടുള്ള കരാറില്ല. അത് മരം അനുസരിക്കുന്നുണ്ട്. കൂടുതലും വീടുകളിൽ നിന്നാണോ വരുന്നത് അതോ വീടുകളിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ പൊതു ഇടങ്ങളിലെ മരങ്ങൾ വെട്ടിക്കഴിയുമ്പോൾ പാളയത്തെ അതിനെ കുറിച്ചൊന്ന് പറയാം. പാളയത്ത് ഈ മരമല്ലി എന്ന് പറയും. മരമല്ലി, അതായത് ഒരു മരമാണ് അത്. പിന്നെ പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തായിട്ട് സാബല്യം കോംപ്ലക്സ്, മുനിസിപ്പാലിറ്റിയുടെ സാബല്യം കോംപ്ലക്സിന് മുന്നിൽ നിൽക്കുന്ന മരമാണ്. അപ്പോൾ ആ മരം നിറയെ പൂത്ത് നല്ല മണമൊക്കെ ആയിട്ട് ഈ പൂക്കളിങ്ങനെ താഴെ വീണ് കിടക്കും. അത് തന്നെ ഇങ്ങനെ വെള്ളപ്പൂക്കളിങ്ങനെ താഴെ അത്ര മനോഹരമായ ഒരു ഇതാണ്. പക്ഷെ അത് ഇതിൻ്റെ ശാഖകൾക്ക് അതിയതില്ല. പെട്ടെന്നൊരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴും. അങ്ങനെ ഇങ്ങനെ താഴെ വീണ് ആ വഴിയാത്രക്കാർക്ക് ഒരു ചെറിയ പരിക്ക് പറ്റി. അപ്പോളെ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ആ മരം മുറിക്കാൻ വേണ്ടി ഓടും. അപ്പോൾ ഈ ട്രീ വോക്ക് സംഘടന അവിടെ ഏത് മരത്തിൻ്റെ നെഞ്ചളവും മരത്തിൻ്റെ പ്രായവും മരത്തിൻ്റെ ജീവനും മരവുമായിട്ട് സംസാരിച്ച് നടക്കുന്ന ഒരു സംഘടന, ട്രീ വോക്ക് സംഘടന. അവരുടെ കണ്ണിൽ ഈ മരം വെട്ടുന്ന പിടിക്കുകയാണ്. അത് തടഞ്ഞു. പൂർണ്ണമായിട്ട് വെട്ടാൻ പാടില്ല, നമ്മൾ ശീലങ്ങൾ മുറിച്ചാണ്. ശീലങ്ങൾ മുറിക്കാനെങ്കിലും അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോഴും പറ്റി അങ്ങ് പറ്റി. എന്ന് പറഞ്ഞാൽ അല്പം തലമുടിയുടെ നീളം കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയടിക്കുന്ന വിരോധത്തിൽ അങ്ങ് ചെയ്തു. മരത്തെ മുട്ടയടിച്ചു. അവൻ തടി മാത്രമേ ഉള്ളൂ. ഇവനെങ്ങനെ ജീവിക്കും? നല്ല വെയിലുള്ള സമയം, തടി മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ജീവിക്കണം. അപ്പം അനിതാജി എൻ്റെ സുഹൃത്താണ്. വർഷങ്ങളായിട്ടുള്ള പരിസ്ഥിതി രംഗത്തെ അറിവുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ വിളിച്ചു, നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനിതാജി ഒരു കാര്യം ചെയ്തു. ട്രീ വോക്ക് എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു പിരിവ് നടത്തി. നിങ്ങൾ കഴിയുന്നത് തരിക. മൊത്തം ഒരു 20,000 രൂപ ചിലവാകും. നിങ്ങൾ കഴിയുന്നത് തരിക. ഞങ്ങൾ 6 പേര് ഇരുന്നു, ട്രീറ്റ് ചെയ്തു. ഈ ഡിസംബർ മാസം 7-ാം തീയതി 1 വയസ്സ് തരികയാണ്. അത് വീണ്ടും പഴയതുപോലെ പഴയതുപോലെ. അതിൻ്റെ ഈ പച്ച നിറമെന്നൊക്കെ നമ്മൾ പറയും ഇലകൾ. ശരിക്കും പച്ച നിറമല്ല, അതിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം. ആ രീതിയിലേക്ക് അത് ഇത് ഇങ്ങനത്തെ ഒരു ചികിത്സിച്ച് ജീവിതത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ഉദ്ദേശം എത്ര സമയം എടുക്കും? എത്ര കാലം ചികിത്സ? 6 മാസം. അപ്പോൾ ഇതിനകത്തൊരു റിപ്പീറ്റഡ് ഇനി വേറെ ഒന്നുമില്ല. ഈ മരം ഇങ്ങനെ കെട്ടി കണ്ട് മരുന്ന് ചെയ്ത് കെട്ടി നിർത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6 ദിവസം ഈ പാലൊഴിച്ച് ആ മുറിവൊന്ന് നനയ്ക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണം. കെട്ടവിടെ തന്നെ ഇരിക്കും. കെട്ട് 6 മാസത്തിനിടയിൽ തന്നെ മരത്തിനോട് കൂടി ചേരും. കെട്ടഴിച്ചു മാറ്റരുത്, മരത്തോടൊന്നായി മാറും. അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തന്നെ പോയി ഇല്ലാതാകുന്നത് പോലെ. ഇതിനെല്ലാം മരം വലിച്ചെടുക്കുകയാണ്. മരം വലിച്ചെടുക്കുന്ന പല രീതിയിലാണ്. ഒന്ന്, ഈ മരത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ മരത്തിന് ചുറ്റും നമ്മൾ കിളച്ചിടും. താഴെ വരുന്നത് കാറ്റ് മൂലം, മഴ മൂലം, തണുപ്പ് മൂലം ഒക്കെ ഇത് ശൈലിച്ച് താഴെ കിടക്കും. അതിറങ്ങുന്നത് ഈ വേരുകളിലൂടെ
തടികളിൽ വന്ന് ശിഖരങ്ങളിൽ വന്ന് ശാഖകളിലൂടെ ഇലകളിലൂടെ പുതുജീവൻ കിട്ടും. ഇതിനൊരു ഒരു ഒരു റെഡിമെയ്ഡ് കൂട്ട് എന്നും പറഞ്ഞൊരു നമുക്ക് മരുന്ന് കച്ചവടം പോലൊരു സാധനം ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. ഓരോ മരത്തിനും പ്രശ്നം മനസ്സിലാക്കി ഓരോ മരത്തിനും പല പല രോഗങ്ങളാണ്. ചിലതിന് കൊമ്പ് ചീലായിരിക്കും, ചിലതിന് പോട് വരുന്നത് പൊത്ത് വരികയായിരിക്കും. ചികിത്സ തീരുമാനിക്കുന്നത് അവിടെ ചെന്നിട്ടാണോ അതോ അവർ ഫോട്ടോ അയച്ചു തന്നത് കണ്ടിട്ട് അവിടെ ചെല്ലാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലും. ഓക്കെ. ഇപ്പം തൃശ്ശൂരും കാസർഗോഡും ഒക്കെ ആണെങ്കിൽ അവരോട് വാട്സപ്പിൽ ഇടാൻ പറയും. വാട്സപ്പിലേക്ക് ഒരു പടം സെൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ മരം അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ളത്, കേടുവന്ന ഭാഗം, ചുവട ഭാഗം, അടുത്ത് നിൽക്കുന്ന മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫംഗസ് രോഗമാണ് വരാറുള്ളത്. അപ്പം അടുത്ത റബ്ബർ മരങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിക്കുന്ന രോഗങ്ങളും മരത്തിന് വരാറുണ്ട്. രാവിലെ പറഞ്ഞു വന്ന പിന്നെ ഉള്ളത് പിന്നെ നമ്മളിപ്പം കൊടിയൊക്കെ കയറ്റി വിടും. ഈ കൊടിയൊക്കെ കയറ്റുന്നത് മൂലം ചില മരങ്ങൾക്ക് രോഗം ഉണ്ടാകും. ഇതെല്ലാം ഈ 7-8 വർഷത്തെ ഈ മരങ്ങളെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതെല്ലാം ശാസ്ത്രീയവുമാണ്. അപ്പം ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് എന്നോട് ചോദിക്കുന്നു. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, ശാസ്ത്രമുണ്ട്, നിങ്ങളെങ്ങനെ മുറിവൈദ്യനാണോ? നിങ്ങൾക്ക് എങ്ങനെ ഇത് തെളിയിക്കാൻ പറ്റും? ഞാൻ അവരോട് പറയുന്നത് അത് തെളിയിക്കേണ്ട ചുമതല ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള ലോകത്ത് വളർന്നിട്ടുള്ള ശാസ്ത്ര ലോകത്തിനാണ് അത് തെളിയിക്കേണ്ട ചുമതല. അതെനിക്കില്ല. ഞാൻ ചെയ്തു പോയ മരങ്ങളിൽ എത്രമാത്രം ഈ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർ പഠനം നടത്തിക്കണം. അതിന് വേറെ ശാസ്ത്ര ശാഖയുണ്ട്, അത് എൻ്റെ ശാഖയില്ല. അല്ല, ഇതിന് ഒരു ഈ ബുക്ക് ഉണ്ടായിരുന്നു. ഈ ബുക്ക് ഇപ്പം പ്രിന്റിംഗിലെല്ലാം അവൈലബിൾ അല്ല. ഇതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതുന്നതിനെ പറ്റി ഞാനിപ്പം എന്നെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ട്. 30 മിനിറ്റ് സമയം നീണ്ടു നിൽക്കുന്ന. അവിടെ നിന്നാണ് ദ ട്രീ ഡോക്ടർ എന്ന പേര് വന്നത്. ആ ഡോക്യുമെന്ററിയുടെ പേര് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടെടുത്തത്. അപ്പോൾ ഈ ദ ട്രീ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്യുമെന്ററി യുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടില്ല. അത് ഞാൻ വേറെ ഒരിടത്തും കൊടുത്തിട്ടില്ല. അതെൻ്റെ കൈവശമാണ്. അതുകൊണ്ട് എനിക്ക് 100 സ്കൂളുകൾ കയറുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. നിർഭാഗ്യവശാൽ കോവിഡ് പിടിപെട്ടു ലോകത്ത്. അപ്പം കോവിഡ് പിടിപെട്ടതോടെ 50 സ്കൂളുകളാണ് കവർ ചെയ്യാൻ പറ്റിയത്. കേരള സംസ്ഥാനത്തെ 50 സ്കൂളുകൾ കവർ ചെയ്തു. ആ 50 സ്കൂളുകളിൽ നിന്നും കിട്ടിയ അറിവുണ്ട്. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അധ്യാപകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്. കുട്ടികൾക്ക് ഇതിനോടുള്ള താല്പര്യമുണ്ട്. ഈ ഡോക്യുമെന്ററി കാണിച്ചിട്ട് എൻ്റെ ഒരു പരിസ്ഥിതി അറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോഴും ഈ ചികിത്സാ രീതിയല്ല, അറിവ് പകർന്നു കൊടുക്കുകയാണ്. അപ്പം അറിവ് പകർന്നു കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പം കൊല്ലത്ത് ചികിത്സിക്കാൻ ചെല്ലുകയാണെങ്കിൽ കൊല്ലത്ത് ചികിത്സിക്കുമ്പോൾ അവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെ ഞാൻ വിളിക്കും. അവരെ നമ്മൾ സഹായിക്കാനായിട്ട് വിളിക്കും. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. അവരെ സഹായിക്കാനായിട്ടും പൈസ കൊടുക്കില്ല, പൈസ നമുക്കില്ല, ഇത് കൊടുക്കും. അവരത് കൂടും. അവർ കൂടിക്കഴിഞ്ഞാൽ അടുത്തുള്ള സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് അവർക്ക് വരാം. ആ പിള്ളേർക്ക് ഇത് കാണാം, സംശയം ചോദിക്കാം, അവർക്ക് ഇതിനകത്ത് പങ്കുചേരാം. അങ്ങനെയാണ് എൻ്റെ രീതി പോകുന്നത്. അപ്പം ഞാൻ ചെല്ലുന്നിടത്തൊരു ചെറിയ ചലനമുണ്ട്. ഞാൻ ചെല്ലുന്നിടത്ത് ചെറിയ അത് നമ്മൾ ഈ നീന്തൽ ഇങ്ങനെ സവാൽ മുഖേന പഠിക്കുന്ന പോലല്ല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു ഈ അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോവുമോ പേടിയല്ല. പക്ഷെ അതിലൊരു റെഫറൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് മാഷിന് കിട്ടിയായിരുന്നു. ഇനിയുള്ള തലമുറയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അതെ, മാഷ് പറഞ്ഞത് ഞാനിങ്ങനെ 50 സ്കൂളിൽ പോയി. ഈ 50 സ്കൂളിലെ അനുഭവം വെച്ചിട്ട് ഞാൻ 50 പേജ് എഴുതി കഴിഞ്ഞു. അതെഴുതി ഇപ്പോൾ ഉണ്ട്, കയ്യിലുണ്ട്. രണ്ടാമത് ആ 50 പേജ് എഴുതി കഴിഞ്ഞിട്ട് എനിക്കത് 100 പേജായിട്ട് എൻ്റെ ഒരു അനുഭവമായിട്ട് എൻ്റെ ഒരു ജീവിതം എത്രമായിട്ട് വേണമെങ്കിൽ മാറ്റാം എന്നുള്ള രീതിയിലായിരുന്നു എഴുത്ത് വന്നത്. 50 കഴിഞ്ഞപ്പോൾ നിന്നുപോയി. 50 കഴിഞ്ഞപ്പോൾ നിന്നുപോയപ്പം എന്നോട് മാഷിപ്പം ചോദിച്ച പോലെ ചോദിച്ചു, പക്ഷെ മാഷ് ചെയ്ത മരങ്ങളില്ല, ഈ മരങ്ങൾ ചെയ്യാൻ പോയ അനുഭവങ്ങളെല്ലാം കൂടി എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു ബുക്കാക്കാവില്ല. ശരി. അപ്പം ഞാനിപ്പോൾ 56 പേജായി. അപ്പോൾ ഈ 6 പേജ് എന്ന് പറയുന്നത് 6 മരങ്ങളെ ചികിത്സിച്ച കഥയാണ്.
6 മരങ്ങളെ ചികിത്സിക്കാൻ പോയ ഞങ്ങളുടെ യാത്രയാണ്. ഓക്കെ. അപ്പോൾ അവിടെ മണ്ണെടുക്കുന്നത്, വീട്ടിലനുഭവപ്പെടുന്ന, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്, വീട്ടുകാർ ഇടപെടുന്ന കാര്യങ്ങൾ, ഇതുൾപ്പെടെ ഈ മരുന്ന് കുട്ടികൾ ഉൾപ്പെടെ സംഗതി വരുന്നുണ്ട്. നമ്മൾ പഴയ ഈ വൈദ്യന്മാരുടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈദ്യരുടെ കാലശേഷം എന്താകും? അതെ, എൻ്റെ കാലശേഷം ഇത് സമൂഹം ഏറ്റെടുക്കും. ഓക്കെ. എൻ്റെ കാലശേഷം സമൂഹം ഏറ്റെടുക്കാനുള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. പിന്നെ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഡോക്യുമെൻ്ററികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഇത് തുടങ്ങി വയ്ക്കാം. ഈ രണ്ടിലുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അതിന്റെ അളവുകൾ മാത്രമേ ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കി. അളവുകൾ മാത്രം പോരാ, മരത്തിന്റെ അസുഖം അറിയണം, കറക്റ്റായിട്ട് ഡയഗ്നോസ് അറിയണം. ആ മരത്തിന്റെ അസുഖം അറിയുമ്പോൾ എല്ലായിടത്തും ഈ 14 കൂട്ടം മരുന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഓക്കെ. ചിലയിടത്ത് 5 കൂട്ടം മരുന്ന് മതി. ഓക്കെ. ചിലയിടത്ത് 2 കൂട്ടം മരുന്ന് മതി. ഓക്കെ. ഇപ്പം ഈ പ്ലാസ്റ്റിക്കായിട്ട് കത്തിക്കുന്ന മരം ഉണങ്ങുന്നു, അവിടെ ചെയ്യേണ്ടത് താമരക്കുഴമ്പിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. താമരക്കുഴമ്പ്, അപ്പം താമര സമൂലം അരിഞ്ഞ് അത് എടുത്ത് കുഴമ്പാക്കി, കുഴമ്പ് രൂപത്തിലാക്കി, അത് പച്ചമണ്ണുമായിട്ട് കൂട്ടിക്കലർത്തി തേച്ച് കെട്ടി നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഈ 14 കൂട്ടം എള്ളു വേണ്ട അവിടെ. അങ്ങനെ അപ്പം അത്യാവശ്യം പുസ്തകം വായിക്കണം, അത്യാവശ്യം പരിചയപ്പെട്ട. ഇപ്പം ഞങ്ങൾ 5 പേരിൽ ആയുർവേദത്തിനെ ബേസ് ചെയ്താണിത് പോകുന്നതെന്ന് പറയുന്നെങ്കിലും ഈ ആയുർവേദം, മനുഷ്യരിൽ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകൾക്കൊന്നും ഇതിനകത്ത് പ്രസക്തി ഇല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. മരുന്നുകളായിട്ട് ഞാൻ പറഞ്ഞത് കൂട്ടുകളായിട്ട് ഈ മനുഷ്യർ ഉപയോഗിക്കുന്ന മണ്ണ് ചികിത്സയുണ്ട്. ഓക്കെ. കദളിപ്പഴം, സ്വർണത്തിന്റെ അംശം കൂടുതലുള്ളതാണ് കദളിപ്പഴം. അതുകൊണ്ട് തന്നെ കണ്ണന് നേദിക്കും കദളിപ്പഴം. ഓക്കെ. കദളിപ്പഴം, എള്ള്, എല്ലാം മിക്ക ഔഷധമായിട്ട് മനുഷ്യൻ ഇത് ഉപയോഗിക്കും. എല്ലാം സത്യത്തിൽ പച്ചച്ചാണകം, നെയ്യ്, തേന്, ഇതെല്ലാം മനുഷ്യന് ഉപയോഗിക്കുന്ന ആയുർവേദത്തിൽ. അതുതന്നെയാണ് മരങ്ങൾക്ക്. പക്ഷെ ആയുർവേദത്തിൽ എണ്ണയെക്കുറിച്ച് പറയുന്നുണ്ടല്ല, ആ ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു എണ്ണയെക്കുറിച്ച് പറഞ്ഞു. വൃക്ഷായുർവേദത്തിൽ മാംസ്യത്തെക്കുറിച്ച് പറയുന്നു. മാംസ്യത്തെക്കുറിച്ച് പറയുന്നു. ഇതിപ്പം ആയുർവേദ മരുന്നുകളാണ്. അതുപോലെ തന്നെ മാംസ്യ ആഹാരം കൊടുക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചും പറയുന്നുണ്ട് വൃക്ഷായുർവേദം. ശരി. ഓക്കെ. ആ, അപ്പോൾ അത് എവിടെയെങ്കിലും പ്രയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ചെയ്ത സ്ഥലമുണ്ട്, ഇടപ്പള്ളിയിൽ. അത് ശരി. ഇടപ്പള്ളിയിലെ ഷാജിയുടെ ഒരു പ്ലാവുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, അവിടെയാണ് ഏറ്റവും ആദ്യമായിട്ടൊന്ന് പ്രയോഗിച്ചത്. ഫലവും കണ്ടു. ഞങ്ങൾ കാളയിറച്ചി 5 കിലോ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞു. പുള്ളി മേടിച്ച് വെച്ചു. 5 ദിവസം മുമ്പേ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞു. മേടിച്ച് വെച്ചു. അത് 5 കുടത്തിലാക്കണമെന്ന് പറഞ്ഞു. കുടത്തിലാക്കി ആ കുടം നിറയാൻ വെള്ളം ഒഴിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഞങ്ങൾ വൃക്ഷായുർവേദം ചെയ്തതിന് ശേഷം ആ മരത്തിൻ്റെ 5 ദിക്കുകളിലായിട്ട് ഈ കുടം കുഴിച്ചു. ഓക്കെ. കുടം കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട വേരുകൾ എത്തുന്ന സ്ഥലം അത് വലിച്ചെടുത്ത് ഇപ്പോൾ വളരുന്നുണ്ട്. അങ്ങനെ ആ പ്രയോഗം നമ്മൾ നടത്തി. ആ പ്രയോഗം നടത്തുന്നതിന് എനിക്കധികം പേടിക്കാനില്ല. കാരണം പണ്ടും മാംസ്യം മരങ്ങൾക്ക് നമ്മൾ കൊടുത്തിരുന്നു, നമ്മളറിയാതെ. എന്ന് പറഞ്ഞാൽ പശുവോ ആടോ ഒക്കെ വീട്ടിൽ പ്രസവിച്ചാൽ അതിൻ്റെ മാഷ എന്ന് പറയും. ആ മാഷ പ്രത്യേക കുട്ടിപ്പാളയിലാക്കി പാലുള്ള മരങ്ങളിൽ കെട്ടി ഇത് കാക്കയും പരുന്നും ഒക്കെ കൂടെ ചെയ്ത് ഒലിച്ചിറങ്ങി മരത്തിന് ചുറ്റും വന്ന് അത് വലിച്ചെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമേ പശു പെറ്റ ആദ്യത്തെ 5 ദിവസത്തെ പാല് മനുഷ്യൻ കുടിക്കരുത്. അത് തെറ്റായ തീരുമാനമാണ്. മനുഷ്യൻ കുടിക്കരുത്. പക്ഷെ അത് ഏതെങ്കിലും പല വൃക്ഷങ്ങളുടെ ചോട്ടിലൊഴിക്കാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലെ പാലിലും മാംസത്തിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മരങ്ങൾക്ക് മനുഷ്യനെ പോലെ തന്നെ മാംസ്യവും വേണം എന്നുള്ളതിനകത്ത് എനിക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഉപ്പും മീൻവളവും തെങ്ങിൻ്റെ ചോട്ടിൽ. അപ്പം നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഇത്തരത്തിൽ വൃക്ഷായുർവേദത്തിലെ മാംസ്യത്തിൻ്റെ ഉപയോഗവും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യ മാംസാദികൾ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ശാഖയാണ് എന്നുള്ള തോന്നലുണ്ട്. ആ തോന്നൽ തെറ്റാണ്. സാറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇത്രയും കാലം പ്രകൃതിയോടും മരങ്ങളോടും എല്ലാം വളരെ ചേർന്ന് നിന്ന് സ്നേഹിച്ച് അവയെ പരിപാലിച്ച് ചെയ്ത ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് സാറിന് ഒരുപക്ഷെ ഭാവി തലമുറയ്ക്ക് ഞങ്ങളുടെ ചാനലിലെ ഉള്ളി ഗ്രീനിൻ്റെ
പ്രേക്ഷകരോട് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്തായിരിക്കും? അത് നല്ല ചോദ്യമാണ്. അത് ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യം തന്നെയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, 10,000 രൂപ മുടക്കി ഒരു മരത്തെ ചികിത്സിച്ച് നിങ്ങൾക്ക് ഭക്ഷണവും തന്ന് നിങ്ങളുടെ ചിലവും വഹിച്ച് ഞങ്ങൾ ഇതിന് പോകേണ്ട വല്ല കാര്യമുണ്ട്? ഞങ്ങൾ ഒരു 200 രൂപ എടുത്ത് ആ മരവും വെട്ടി അതിൻ്റെ കാശും മേടിച്ചിട്ട് ഒരു 200 രൂപ മുടക്കി ഒരു തൈ കുഴിച്ച് വെച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുന്നതല്ലേ ഉള്ളൂ. എന്നാൽ സസ്യശാസ്ത്രത്തിൽ പറയുന്നത് ഒരു തൈ നട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു മരത്തിൻ്റെ പ്രയോജനം തന്നു തുടങ്ങുക. അത് ഓക്സിജൻ തരുന്നത്, അത് കാർബൺ വലിച്ചെടുക്കുന്നത്, വെള്ളം സംഭരിക്കുന്നത്, അതിൻ്റെ വേരുകളുടെ ധർമ്മം നിർവഹിക്കുന്നത്, തടിയുടെ ധർമ്മത്തിലേക്ക് വരുന്നത്, ഇതെല്ലാം 12 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 12 വർഷങ്ങൾക്ക് മുകളിലുള്ള ഒരു മരം നൽകുന്ന സേവനം എന്ന് പറയുന്നത് അത് ഓക്സിജൻ്റെ കാര്യത്തിലാട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന കാര്യത്തിലാട്ടെ, തണൽ തരുന്ന കാര്യത്തിലാട്ടെ, കൂടൊരുക്കുന്ന കാര്യത്തിലാട്ടെ. അപ്പം സംസ്കൃതത്തിൽ തന്നെ വൃക്ഷായുർവേദ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, യാനി ഭൂതാനി വസന്തയാനി ബലീം ബൃഹത്വ വിധുവൽ പ്രയുക്തം അന്നത്രവാസം പരികൽപ്പയാമി ക്ഷമതുദാനാദ്യം നമസ്തുതേപ്യ എന്നാണ് ആ സൂക്തം. ആ സംസ്കൃത സൂക്തം അതാണ്. ഈ സൂക്തം ആദ്യമായിട്ട് പരിചയപ്പെടുത്തുക പെരുന്തച്ചൻ എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ്റെ മകനോട് മരം വെട്ടാൻ പോകുന്ന സമയത്ത് നിനക്ക് മരത്തെക്കുറിച്ച് എന്തറിയാം എന്നൊരു ചോദ്യമുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ചോദിക്കുക. അത് കേരളത്തിലെ ഭരണാധികാരിയോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലയോ ഭരണാധികാരി നിനക്ക് മരത്തെക്കുറിച്ച് എന്തറിയാം? അതിൻ്റെ മലയാള അർത്ഥത്തിൽ പറയുന്നത്, അല്ലയോ മരമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. എന്തെന്നാൽ നീ ഞങ്ങൾക്ക് തണൽ തരുന്നു, നീ കിളികൾക്ക് ചേക്കാറാനുള്ള ശിഖരങ്ങൾ നൽകിയിരിക്കുന്നു, കിളികൾക്ക് കൂടുണ്ടാക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു, നിൻ്റെ പൊത്തിൽ നിരവധി സൂക്ഷ്മജീവികൾ വസിക്കുന്നു, നീ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, നീ ഓക്സിജൻ തരുന്നു, നീ ഞങ്ങൾക്ക് തണൽ തരുന്നു, നീ ഞങ്ങൾക്ക് വെള്ളം തരുന്നു. അങ്ങനെയുള്ള സർവ്വ ഗുണങ്ങളും മനുഷ്യന് വേണ്ടി നൽകുന്ന, പ്രകൃതിക്ക് വേണ്ടി നൽകുന്ന അല്ലയോ മരമേ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് ആ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് വൃക്ഷം നടൂ മോക്ഷം നേടൂ എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സമയം ഞങ്ങളോടുകൂടി സ്പെൻഡ് ചെയ്തതിനും വളരെ വളരെ താങ്ക്സ്. വൃക്ഷം നടൂ മോക്ഷം നേടൂ എന്നുള്ളതാണ് സാറ് നമുക്ക് തരുന്ന ഒരു സന്ദേശം. ഫ്രണ്ട്സ്, please do subscribe to the channel and click on the bell button to get regular updates. Thank you.